ദുബൈ സ്റ്റീൽ കമ്പനിയിലെ എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പിക്കപ്പ് ട്രക്കുമായി കൂട്ടിയിടിച്ചതിനെ തുടർന്ന് റോഡിന്റെ മൂന്നാമത്തെ വരിയിൽ നിർത്തിയിട്ടിരുന്ന കരിങ്കൽ കയറ്റിയ ട്രക്കിന് പിന്നിൽ ജീവനക്കാരുമായി പോയ മിനി ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. താമസ സ്ഥലത്തു നിന്ന് ജീവനക്കാരുമായി ജോലിസ്ഥലത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 20 ജീവനക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അപകടത്തിൽ ബസ് പൂർണ്ണമായും തകർന്നു. മിനി ബസ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും സംഭവസ്ഥലത്തു തന്നെ മരിച്ചു. അപകടം നടന്നയുടൻ പോലീസും സിവിൽ ഡിഫൻസും പാരാമെഡിക്കൽ വിഭാഗങ്ങളും സംഭവസ്ഥലത്തെത്തി. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ബസ് പൊളിച്ചാണ് അകത്തു കുടുങ്ങിയവരെ പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റവരെ പോലീസിന്റെ ഹെലികോപ്റ്ററിൽ ദുബൈ റാഷിദ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മരിച്ച ബാക്കിയുള്ളവരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. മിനി ബസ് ഡ്രൈവറുടെ അശ്രദ്ധയും അപകടത്തിന് കാരണമാക്കിയതായി ദുബൈ പോലീസ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ കമീസ് മസാർ അൽ മസീന പറഞ്ഞു. മരണപ്പെട്ട എവിൻ കുമാർ സ്റ്റീൽ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു. മീഡിയ 1 ദുബൈ.